ഹലോ, ഇന്ന് ഷെയർ ചെയ്യുന്നത് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ബിരിയാണി. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കന് പകരം മട്ടനോ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ ഫിഷോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. 1/2 കിലോ അളവിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുക്ക് മെയ്ഡ് എന്നുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ ബിരിയാണി മസാല ഗ്രേവി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ബിരിയാണി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെയും കൂടി കാണിക്കുന്നത്. ഇതിപ്പോൾ 1 കിലോ ബിരിയാണിയുടെ അളവാണ് ഇതിലുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കെമിക്കലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഗ്രേവിയാണിത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാനില്ല. നമുക്ക് ഈ ഒരു ഗ്രേവിയും റൈസും ചിക്കനും മാത്രം മതി. അതുപോലെ കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും. അപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ പകുതി മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. നമുക്കിതിപ്പോൾ 1 കിലോ അളവാണ്. അപ്പോൾ 1 കിലോ അളവിൽ നിങ്ങൾക്ക് 1 കിലോ റൈസ് വെച്ചിട്ട് ചെയ്യുന്നതിന് പകരം 3/4 കിലോ റൈസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 3/4 കിലോ റൈസും ഈ ഒരു പാക്കറ്റും 1 കിലോ ചിക്കനും വെച്ചിട്ട് ചെയ്താൽ മതി. ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും എന്താണെങ്കിലും. ഞാനിപ്പോൾ 2 കപ്പ് റൈസും അതുപോലെ 1/2 കിലോ ചിക്കനും ഇതിൽ നിന്നും പകുതി ഗ്രേവിയും വെച്ചിട്ടാണിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡി ടു കുക്ക് ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ഉള്ളി അരിഞ്ഞ് അങ്ങനെയുള്ള മസാല കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സെയിം ആണ് നമ്മൾ മട്ടനാണെങ്കിലും ഇത് ഫിഷ് ആണെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു സെയിം മസാല യൂസ് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പാക്കറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കോൺടാക്റ്റ് നമ്പർ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരെ പകുതി ഒരു മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ 1/2 കിലോ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് ആദ്യം ഒന്ന് നോക്കാം കേട്ടോ. വേണമെങ്കിൽ മാത്രം ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊന്നും ചേർക്കാണ്ട് ഇതിൽ ഉപ്പൊക്കെ ഉണ്ട്. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരിച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ചിക്കനിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ആദ്യം തന്നെ ചേർക്കാതെ പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ബിരിയാണി പൊട്ടനെ കുറിച്ചിട്ട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടായിന് കുറച്ച് മുമ്പ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിലിപ്പോൾ എത്ര 5 ലിറ്ററിൻ്റെ പോട്ടാണിത്. അപ്പോൾ 5 ലിറ്ററിൻ്റെ ഈ ഒരു ബിരിയാണി പോട്ടിൽ റൈസ് എത്ര വേവും എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനതിൽ മെഷർമെൻറ്റൊക്കെ കാണിച്ച് ചെയ്തിട്ടുണ്ടായിന്. 1 കിലോ അളവാണ് കേട്ടോ. ഗീ റൈസ് ആണെങ്കിൽ ബിരിയാണി ആണെങ്കിൽ ഇതിൽ 3/4 കിലോ ആണ് വേവുന്നത്. ഗീ റൈസ് ആണെങ്കിൽ 1 കിലോ വേവും. അപ്പോൾ ഈ ഒരു ബിരിയാണി പോട്ട് കാസ്റ്റർ അയറിൻ്റെ ആണ്. അപ്പോൾ നല്ല ചൂടൊക്കെ നിൽക്കും. നമ്മൾ ദമ്മിട്ടൊക്കെ വെക്കുമ്പോൾ നല്ല ചൂടൊക്കെ നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ പോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള അതുപോലെ നല്ല മൂടൊക്കെ നല്ല കട്ടിയുള്ള ഒരു പോട്ടുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ദമ്മിടാനോ ഒന്നും കൂടെ ഈസിയാണ്. അഗാരോ ബ്രാൻഡിൻ്റെ ബിരിയാണി പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന്. അതിൽ തന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിന്. കുറേ പേര് അതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക്. ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോൾ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പാകത്തിന് ചിക്കനൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓപ്ഷനിലാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരിച്ചിരി മല്ലിയില അരിഞ്ഞതും അതുപോലെ പുതിനയില അരിഞ്ഞതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് 2-3 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും 1 ടേബിൾ സ്പൂണൊക്കെ പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതല്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ റൈസ് ചേർത്തിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ദമ്മിടുന്നത്. ഇനി നമുക്ക് ദമ്മിട്ടെടുക്കാം. അപ്പോൾ ഞാൻ റൈസ് ഓൾറെഡി 3/4 വേവ് എന്ന രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ അരി. എന്നിട്ട് 3/4 വേവ് വേവിച്ചിട്ട് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ലെയർ റൈസ് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്രിസ്പി ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരിച്ചിരി മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരിച്ചിരി നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോ 2 ടീസ്പൂണൊക്കെ മതി. പിന്നെ യെല്ലോ ഫുഡ് കളർ അല്ലെങ്കിൽ ടെർമറിക് ലീഫ് കുറച്ച് പാലിൽ കലക്കിയത് ഇങ്ങനെ കുറച്ചിങ്ങനെ ഡ്രോപ്പാക്കി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. വീണ്ടും ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ സവാള, അത് ഫ്രൈ ചെയ്ത സവാള, മല്ലിയില അരിഞ്ഞതൊക്കെ, അതുപോലെ നെയ്യ് കുറച്ച് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊക്കെ ഇങ്ങനെ വീണ്ടും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഇത് ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ദമ്മിടാൻ വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ആക്കി വെക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ സാധാരണ ഇതുപോലെയാണ് ദമ്മിടാൻ വെക്കൽ. ലോ ഫ്ലെയിമിനേക്കാളും ചെറിയ ഫ്ലെയിമിലാണ് വെക്കാറുള്ളത്. പിന്നെ ഇതുപോലെ നല്ലൊരു മൂടിയൊക്കെ നല്ല വെയിറ്റുള്ള മൂടിയാവുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ദമ്മിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റോളം ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്മെല്ലാണ് ഈ ഒരു ബിരിയാണി. നമ്മൾ സാധാ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുണ്ടാക്കി നോക്കൂട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.